ഹോട്ടലിലെ അതേ രുചിയിൽ ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആവോലി കറിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഏവർക്കും ജോപ്പൻസ് കിച്ചണിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ആവോലി കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 4 ചെറിയ ആവോലി 2 കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 20ഓളം ചെറിയ ഉള്ളി, 2 പച്ചമുളക് 2ആയിട്ട് കീറിയത്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ചോപ്പ് ചെയ്തത്, കുറച്ച് കറിവേപ്പില, 1 കുടംപുളി വെള്ളത്തിലിട്ടത്, 2 തക്കാളി. ആദ്യം തന്നെ അടുപ്പത്ത് ഒരു മൺചട്ടി വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി ഒന്ന് ഇട്ട് കൊടുത്ത് ചെറുതായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിന്റെ തൊലിയൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു വരുമ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാവുന്നതാണ്. തക്കാളി കോരി മാറ്റിയതിനു ശേഷം അതേ എണ്ണയിൽ തന്നെ നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും ജിഞ്ചർ ഗാർലിക്കും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ ഇതും ചെറുതായിട്ടൊന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. വഴറ്റിയെടുത്ത തക്കാളിയുടെയും ചെറിയുള്ളിയുടെയും ചൂടൊന്ന് ആറിയതിനു ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ ഞാനിവിടെ ഇത് നല്ലതുപോലെ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി റെഡിയാക്കി എടുക്കാനായിട്ട് നേരത്തെ നമ്മൾ ഉപയോഗിച്ച അതേ മൺചട്ടിയിൽ തന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോഴത്തേക്കും 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് കടുക് ഒന്ന് പൊട്ടിയതിനു ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവയും 1 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് നമുക്കിത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അരപ്പ് ഇവിടെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലകളായ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് ഇതിന്റെ പച്ചമണം മാറുന്നിടം വരെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിന്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന കുടംപുളിയും കുറച്ച് വെള്ളവുമായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ കൂടുതലൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ചാറ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് തിളയ്ക്കുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ കറി ഇവിടെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. നാടൻ രുചിയിലുള്ള ആവോലി മീൻ കറിയുടെ വീഡിയോ കാണാത്തവർക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും കാണുക. ആവോലിക്ക് പകരം നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും ഈ കറിക്ക് യൂസ് ചെയ്യാവുന്നതാണ്. മീൻ ചേർത്ത് കൊടുത്തതിന് ശേഷം 5 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറി ഒന്ന് തുറന്നു നോക്കാം. ഒരു തവി ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയം ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഇതിന്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഹോട്ടൽ സ്റ്റൈലിലുള്ള ആവോലി മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഞങ്ങൾക്ക് കമന്റിലൂടെ സെൻഡ് ചെയ്യുക. ഞാൻ റിൻസി ജോബിഷ്. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.